നമസ്കാരം സുഹൃത്തുക്കളെ. ടെറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ചാനൽ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും. സുഹൃത്തുക്കളെ, നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്നെത്തി നോക്കാം. എന്നോട് ഇനി മിണ്ടാൻ നീ വരികയില്ലേ? നിന്റെ നിശബ്ദത എന്നെ ഇരുട്ടിലാക്കുന്നു. ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത്. തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായി ശ്രമിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇന്നത്തെ വായനയിൽ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ മനസ്സിൽ ഈ വ്യക്തി കാരണം എന്തെങ്കിലും മുറിവുകൾ വന്നിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും മാനസിക വേദനകൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ അത് തീർച്ചയായിട്ടും ഈ വ്യക്തിയായിട്ട് മുൻകൈ എടുത്ത് അതിനെ ഹീല് ചെയ്യുവാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഈ വ്യക്തി കാരണം നിങ്ങൾ ഒരുപാട് വേദനിച്ചിട്ടുണ്ടെന്ന് ഈ വ്യക്തിക്ക് നന്നായി അറിയാം. നിങ്ങൾ ഇപ്പോഴും വേദനിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിലും ഈ വ്യക്തിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഈ വ്യക്തി കാരണം നിങ്ങൾ ഏതൊക്കെ കാരണങ്ങൾ കൊണ്ടാണോ, ഏതൊക്കെ രീതിയിലാണോ വേദനിച്ചിട്ടുള്ളത്, അതിനോടെല്ലാം തന്നെ വളരെയധികം ക്ഷമാപണം തന്നെയാണ് ഈ പേഴ്സൺ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്. ആ ക്ഷമാപണം എന്ന് പറയുന്നത് അത്രയും മനസ്സിൽ തട്ടി ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നും പറയുവാൻ തന്നെയാണ് താല്പര്യപ്പെടുന്നത്. നമുക്കിവിടെ നന്നായി കാണാൻ സാധിക്കുന്നത് ഈ വ്യക്തിയുടെ മനസ്സലിവാണ്. മനസ്സലിവ് എന്ന് പറയുന്നത് മനസ്സിന് കുളിർമയേകുന്ന രീതിയിലുള്ള ഒരു പ്രണയബന്ധം പടുത്തുയർത്തുവാൻ തന്നെയാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഈ വ്യക്തിക്ക് ഒരു തരത്തിലും ഒറ്റയ്ക്ക് ജീവിക്കാൻ ആവാത്ത വിധത്തിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാര്യങ്ങളുടെ കിടപ്പുവശം എന്ന് പറയുന്നത് പോലും നിങ്ങളുമായിട്ട് ഒരുമിച്ച് ജീവിക്കുക എന്നുള്ളത് തന്നെയാണ്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിയുടെ ജീവിതത്തിന്റെ ഓരോ അടിത്തട്ടിലേക്കും കയറി ഇറങ്ങണമെങ്കിൽ നിങ്ങൾ തന്നെ വന്നേ തീരൂ എന്നുള്ള വാശിയിലാണ് ഈ പേഴ്സൺ നിലനിൽക്കുന്നത്. അതുമാത്രമല്ല, പലതരത്തിലും ഈ വ്യക്തി നിങ്ങളുമായിട്ട് ഒരുമിച്ച് കൂടി ചേർന്ന് പോകാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവിടെ പലതരത്തിലുള്ള തേർഡ് പാർട്ടി അവസ്ഥകളൊക്കെ വന്നു കയറിയത് കൊണ്ട് ഈ വ്യക്തിക്ക് നിങ്ങളിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിങ്ങളിലേക്ക് വരാൻ കഴിഞ്ഞില്ല എന്നാണ് കാണപ്പെടുന്നത്. അത് പലപ്പോഴും നിങ്ങളും ഈ വ്യക്തിയും തമ്മിലുള്ള ഈ പ്രണയബന്ധം ഒരു പരാജയമായി തീരുന്നതിന് തുല്യമായി തീർന്നു എന്നുള്ളത് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് ഒരിക്കലും ഈ വ്യക്തി നിങ്ങളിൽ നിന്നും അകന്നു പോകണമെന്ന് ആഗ്രഹിച്ചിരുന്നതല്ല. എന്നാൽ സാഹചര്യം അതിനെ പ്രതികൂലമായി വരികയും അങ്ങനെ അകന്നു പോയ ഒരു സാഹചര്യമായിട്ടാണ് കാണുന്നത്. പക്ഷെ എങ്കിൽ പോലും നമുക്കിവിടെ ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വ്യക്തിയുടെ ജീവിതം പരിപൂർണതയിലേക്ക് എത്തിച്ചേരണമെങ്കിൽ നിങ്ങളുടെ ഊർജം കൂടിയേ തീരൂ എന്നുള്ള രീതിയിലാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ പരിപൂർണത എത്തിച്ചേരണമെങ്കിൽ നിങ്ങൾ കൂടിയേ തീരൂ, അല്ലെങ്കിൽ നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടായാലേ തീരൂ എന്നുള്ളതാണ്. അതുകൊണ്ട് ഇവിടെ നന്നായി കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഊർജത്തോടു കൂടി മുന്നോട്ട് കുതിച്ചു വരുന്ന ഒരു മാനസിക അവസ്ഥയെയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. അതുമാത്രമല്ല, ഈ പേഴ്സണ് ഏറ്റവും കൂടുതൽ നിങ്ങളോട് സ്നേഹമുണ്ട്. ആ സ്നേഹം എന്ന് പറയുന്നത് അത്രയും പ്രാധാന്യത്തിലേക്ക് വരേണ്ടത് തന്നെയാണ്. തീയിൽ ചുട്ട് ചാരമായി പോയെങ്കിലും അതിൽ നിന്നും പടുത്തുയരുവാൻ തന്നെയാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയുടെ വായിൽ നിന്നോ പ്രവൃത്തിയിൽ നിന്നോ നിങ്ങളെ വേദനിപ്പിക്കുന്ന തരത്തിൽ എന്തെങ്കിലും അങ്ങനെ ഒരു ഇതുണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രവർത്തികൾ നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഈ വ്യക്തി മനസ്സിലാക്കുകയും ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്നും അങ്ങനെ എന്തെങ്കിലും പ്രവർത്തികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് മാപ്പ് പറയുവാനും നിങ്ങളുടെ മനസ്സിൽ ഏറ്റിരിക്കുന്ന മുറിവുകൾ ആ വ്രണങ്ങളെല്ലാം തന്നെ മുറിപ്പെടുത്തുവാനും വേണ്ടി, അതായത് മുറിവ് ഉണക്കുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇവിടെ ഒരുപാട് വ്യക്തികൾ ഈ പ്രണയബന്ധത്തെ തകർക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. അത് പല രീതിയിലും പല പ്രവൃത്തിയിലൂടെ തന്നെയാണ് അത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പല രീതിയിലും ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ പ്രണയബന്ധം ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയില്ല എന്നുള്ള ഒരു തീർപ്പാണ്, അല്ലെങ്കിൽ ചിന്തയാണ് മറ്റുള്ളവർക്ക് ഉള്ളത്. നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഒരുമിച്ച് കൂടി ചേർന്ന് മുന്നോട്ട് പോകുന്നതും
സന്തോഷമായി ജീവിക്കുന്നതൊക്കെയും വളരെ അസൂയയോട് കൂടിയാണ് മറ്റുള്ളവർ നിങ്ങളെ നോക്കിക്കാണുന്നത്. കാണാനും സ്വഭാവ പ്രകൃതമായിട്ടും ഒക്കെ നോക്കുകയാണെങ്കിൽ മറ്റുള്ളവർ ഏത് വിധേനയും ആഗ്രഹിച്ചും കൊതിച്ചും പോകുന്ന വിധത്തിലുള്ള നല്ലൊരു കമിതാക്കളോ അല്ലെങ്കിൽ ഭാര്യ ഭർത്തൃ ബന്ധമായിട്ടാണ് നമുക്കിതിനെ കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഈ പേഴ്സൺ പല വിധത്തിലും പോസിറ്റീവായി മുന്നേറാൻ താല്പര്യപ്പെടുന്നുണ്ട്. നിങ്ങളുമായി പുതിയൊരു തുടക്കത്തിന് വേണ്ടി താല്പര്യപ്പെടുന്ന രീതിയിലാണ് ഈ പേഴ്സന്റെ ജീവിതത്തിൽ ഓരോ സാഹചര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ആ സാഹചര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുമായിട്ടുള്ള റിയൂണിയനെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് സ്വസ്ഥമായും സുഖമായും ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ ഊർജത്തെയാണ് കാണുവാൻ കഴിയുന്നത്. ശത്രുക്കളിൽ നിന്നും, വേണ്ടാത്തവരിൽ നിന്നും, അനാവശ്യമായിട്ടുള്ള സംസാരത്തിൽ നിന്നും, ചർച്ചകളിൽ നിന്നുമൊക്കെ മാറി നിന്നുകൊണ്ട് തൻ്റെ ജീവിതം മാത്രം നോക്കി തൻ്റെ കാര്യങ്ങളിലേക്ക് മാത്രം പ്രാധാന്യം കൊടുത്ത് ഈ പ്രണയബന്ധത്തെ സംരക്ഷിച്ച് നിങ്ങളെ മാത്രം സ്നേഹിച്ചുകൊണ്ട് വളരെയധികം പ്രൈവസിയോടുകൂടി ജീവിച്ചു പോകാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരം ഒരു സ്വകാര്യമായിട്ടുള്ള ജീവിതമാണ് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നത്. മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കാനോ മറ്റുള്ളവരോട് പറയുവാനോ ഒന്നും തന്നെ ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നില്ല. നിങ്ങളുടെ സ്നേഹം എത്രമാത്രം വിലപ്പെട്ടതാണെന്ന് ഇതിനോടകം ഈ വ്യക്തി മനസ്സിലാക്കിയിരിക്കുന്നു. നിങ്ങളുടെ സാന്നിധ്യമില്ലാതെ ആയപ്പോൾ അപ്പോഴാണ് ഈ വ്യക്തിക്ക് നിങ്ങൾ എത്രമാത്രം വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. ചന്ദ്രന്റെ ഓരോ പാദവും കഴിയും തോറും ഓരോ ദിവസവും വർദ്ധിച്ചു വരുന്ന ചന്ദ്രന്റെ ഊർജത്തെ പോലെയാണ് ഈ വ്യക്തിയുടെ മനസ്സിൽ ഉദിച്ചുയർന്നുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മുഖം. ആ ഒരു മുഖത്തിന് വേണ്ടിയാണ് ഈ പേഴ്സൺ താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയുടെ മനസ്സിൽ ഉയർന്നു വരുന്ന നിങ്ങളുടെ മുഖം ഒരു പൂർണ്ണ ചന്ദ്രനെ പോലെയാണ്. അതുപോലെ തന്നെയാണ് നിങ്ങളോട് ഓരോ നിമിഷവും മനസ്സിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന സ്നേഹവും. നിങ്ങളെ മാറ്റി നിർത്തിയിട്ട് വേറൊരു ജീവിതത്തിലേക്കും പോകാൻ ഈ വ്യക്തി തയ്യാറാകുന്നില്ല. ഈ വ്യക്തിക്ക് അതിന് സാധിക്കുകയുമില്ല. നിങ്ങളുമായിട്ട് എത്രമാത്രം ഇംപ്രൂവ്മെന്റ് ചെയ്തുകൊണ്ട് വളരെ നല്ല രീതിയിൽ പാകപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുവോ, എത്രമാത്രം മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്നുവോ അത്രയും നല്ല സന്തോഷകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന് പോസിറ്റീവായി മുന്നോട്ട് പോകാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ പലവരും പല രീതിയിലും പറഞ്ഞ് ഈ വ്യക്തിയെ നിങ്ങളിൽ നിന്നും അകറ്റുവാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതിലേക്കൊന്നും ഈ വ്യക്തി മാറിപ്പോകുന്നില്ല, വഴിതെറ്റിപ്പോകുന്നില്ല. നിങ്ങളിലേക്ക് വരാൻ വേണ്ടി തന്നെയുള്ള പുറപ്പാടിലാണ് ഈ പേഴ്സൺ നിലനിൽക്കുന്നത്. അതുമാത്രമല്ല, ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം മനസ്സിൽ വളരെ നല്ല രീതിയിലുള്ള ചിന്തകളെ മാത്രമാണ് ഈ വ്യക്തി ആകർഷിച്ചു കൊണ്ടിരിക്കുന്നത്. മറ്റുള്ള മോശപ്പെട്ട കൂട്ടുകെട്ടുകളും സൗഹൃദങ്ങളും ഒക്കെ ആയതുകൊണ്ട് നിങ്ങളോട് വെറുതെ ദേഷ്യം തോന്നിപ്പിക്കുകയും നിങ്ങളുമായി കലാപങ്ങൾ ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് വഴിയൊരുക്കുന്ന രീതിയിലാണ് മറ്റുള്ളവർ ഈ വ്യക്തിയെ കൂട്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവർ ഈ വ്യക്തിക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ട് താൻ തൻ്റെ സൗഹൃദങ്ങൾ നോക്കിയും കണ്ടും സൂക്ഷിച്ചും അത് തിരഞ്ഞെടുക്കേണ്ടിയിരിക്കുന്നു എന്നുള്ള ഒരു തിരിച്ചറിവും ഈ വ്യക്തിക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തൻ്റെ ഇഷ്ടങ്ങൾ അല്ലെങ്കിൽ തൻ്റെ തീരുമാനങ്ങൾക്ക് മാത്രം പ്രാധാന്യം കൊടുക്കുന്ന രീതിയിലേക്ക് പോകാനാണ് ഈ പേഴ്സൺ ശ്രമിക്കുന്നത്. എന്തു തന്നെ ആയാലും വളരെ പോസിറ്റീവായിട്ടുള്ള ഊർജത്തോടെ തന്നെയാണ് ഇവിടെ ഇപ്പോൾ ഈ വ്യക്തി നിലനിൽക്കുന്നത്. അത് നമുക്ക് പറയാതിരിക്കാൻ സാധിക്കുന്നില്ല. എന്തായാലും ഒരുപാട് മാറ്റങ്ങളോടുകൂടി ഈ വ്യക്തി നിങ്ങളുടെ സ്നേഹം തേടി വരട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഈ വായന എല്ലാവർക്കും ഉപകാരപ്പെട്ടുവെന്ന് വിശ്വസിക്കുന്നു. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.